हरि ओम हरि ओम हरि ओम। ओम अगजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानां एकदन्तमुपास्महे। ओम श्री महागणपतये नमः। गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। अस्मद्गुरुचरणारविन्दाभ्यां नमः। ज्ञानानन्दमयं देवं निर्मलस्फटिकाकृतिम् आधारं सर्वविद्यानां हयग्रीवमुपास्महे। ओम श्री हयग्रीवमूर्तये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओम श्री महासरस्वत्यै नमः। उमाकोमलहस्ताब्जसम्भावितललाटकं हिरण्यकुण्डलं वन्दे कुमारं पुष्करस्रजम्। ओम वेट्रिवेल मुरुगनुक्कु हरोहरा। भूतनाद सदानंद सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। स्वामिये शरणमय्यप्पा। कोमलं कुजयन् वेणुं श्यामलोऽयं कुमारकः वेदवेद्यं परं ब्रह्म भासतां पुरतो मम। सायङ्काले वनान्दे कुसुमितसमये सैकते चन्द्रिकायां त्रैलोक्याकर्षणाङ्गं सुरवरगणिकामोहनाभङ्गमूर्तिं सेव्यं शृङ्गारभावैः नवरसभरितैः गोपकन्यासहस्रैः वन्देऽहं रासकेळीरतमतिसुभगं वश्यगोपालकृष्णम्। आनीलश्लक्ष्णकेशं ज्वलितमकरसल्कुण्डलं मन्दहासस्यन्दार्द्रं कौस्तुभश्रीपरिगतवनमालोरुहाराभिरामं श्रीवत्साङ्गं सुबाहुं मृदुलसदुदरं कञ्चनच्छायचेलं चारुस्निग्धोरुमम्बोरुहललितपदं भावयेऽहं भवन्दम्। श्री कृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। श्री कृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। श्री कृष्ण गोविंद हरे मुरारे श्रीनाथ नारायण वासुदेव। सर्वत्र गोविंद नाम संकीर्तनम् गोविंद गोविंद। मोक्षाब्धिसारमय भागवताख्य दद्नो नारायणीय नवनीतमघो गृहीत्वा मायामयौग परितप्त जनाय योदाद् नारायणावनिसुराय नमोस्तु तस्मै। गंगा गीता च गायत्र्यपि च तुलसिका
ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭിപൂജാ പരപുരുഷ തദൈകാദശീ നാമവർണ്ണാഃ ഏതാന്യഷ്ടാപ്യയത്നാന്യൈകലിസമയേ ത്വൽപ്രസാദപ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം സജ്ജയേതാഃ. പീതാംബരം കരവിരാജിതശങ്കചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധയേ വാസിഷ്ഠായ നമോ നമഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. എല്ലാവർക്കും സ്കന്ദഷഷ്ഠി ആശംസകൾ. സുബ്രഹ്മണ്യസ്വാമിയുടെ വിശേഷ ദിവസമാണെന്ന്. ഭഗവാൻ ശൂരസംഹാരം ചെയ്ത് ലോകരക്ഷ ചെയ്തതായിട്ടുള്ള ഒരു പുണ്യദിനത്തിൻ്റെ സ്മരണ പുതുക്കുന്നതായിട്ടുള്ള ദിവസമാണെന്ന് സ്കന്ദഷഷ്ഠി. എല്ലാവർക്കും തിരുച്ചെന്തൂർ തേവരുടെ തിരുച്ചെന്തൂർ ആണ്ടവൻ്റെ സെന്തിലാണ്ടവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിക്കുന്നു. നാരായണീയ പരമ്പര 61-ാം ദിവസത്തിലേക്ക് കടന്നു. 21-ാം ദശകമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നവവർഷങ്ങളും സപ്തദ്വീപങ്ങളും എന്ന ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിലെ ഉത്തരഭാഗം അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 6-7 ശ്ലോകങ്ങൾ കണ്ടു, 7 ശ്ലോകങ്ങൾ കണ്ടു. ഇനിയും 5 ശ്ലോകങ്ങളാണുള്ളത്. നമുക്ക് ആദ്യം ഒന്ന് പാരായണം ചെയ്യാം, എന്നിട്ട് വരാം. ഓം ഭാജി ശർവേണ മന്ത്രനുദിഭി സമുപാസ്യമാനം സംഘർഷണാത്മകമധീശ്വര സംശ്രയേ ത്വാം. ഭദ്രാശ്വനാമക ഇളാവൃത പൂർവവർഷേ ഭദ്രസ്രവോഭിഋഷിഭിഃ പരിണൂയമാനം കൽപ്പാന്തഗൂഢനിഗമോദ്ധരണ പ്രവീണം ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം. ധ്യായാമി ദക്ഷിണഗതേ ഹരിവർഷവർഷേ പ്രഹ്ലാദമുഖ്യപുരുഷൈ പരിഷേവ്യമാനം ഉത്തുംഗശാന്തധവളാകൃതിമേഘശുദ്ധജ്ഞാനപ്രദം നരഹരിം ഭഗവൻ ഭവന്തം. വർഷേ പ്രതീചി ലളിതാത്മനികേതുമാലേ ലീലാവിശേഷലസിതസ്മിതശോഭനാംഗം
ലക്ഷ്മ്യാ പ്രജാപതിസുതൈശ്ച നിഷേവ്യമാണം തസ്യാഃ പ്രിയായ ധൃതകാമതനും ഭജേ ത്വാം. രമ്യേ ഹ്യുതീജി ഖലു രമ്യകനാംനി വർഷി തദ്വർഷനാദമനുവർയ സപര്യമാണം ഭക്തൈകവത്സലമമത്സരഹൃത്സുബാന്ധം മത്സ്യാകൃതിം ഭുവനനാദ ഭജേ ഭവന്തം. വർഷം ഹിരണ്മയസമാഹ്വയമൗത്തരാഹം ആസീനമദ്രിധൃതി കർമ്മട കാമടാംഗം സംസേവതേ പിതൃഗണപ്രവരോര്യമായം തം ത്വാം ഭജാമി ഭഗവൻ പരചിന്മയാത്മൻ. കിഞ്ചോത്തരേഷു കുരുഷു പ്രിയയാധരണ്യ സംസേവിതോ മഹിതമന്ത്രനുതി പ്രഭേദൈഃ ദംഷ്ട്രാഗ്രകൃഷ്ടഘനപൃഷ്ടഗരിഷ്ടവർഷ്മാ ത്വം പാഹി വിജ്ഞനുതയജ്ഞവരാഹമൂർത്തേ. യാം ദിശം ഭജതി കിം പുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിഭാജാ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മകഃ പരിലസൻ പരിപാഹി വിഷ്ണോ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷി നാരായണോ നരസഖഃ പരിപാഹി ഭൂമൻ. പ്ലാക്ഷേർക്കരൂപമയി ശാൽമലയിന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്നിരൂപം ക്രൗഞ്ചേംബുരൂപമത വായുമയം ചശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാമനി ലോകാഃ. സർവൈർധ്രുവാദിഭിരുഡുപ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വവികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യഃ സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ. പാതാളമൂലഭുവി ശേഷതനും ഭവന്തം ലോലൈകകുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദ. നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം, ശുഭദിനം. നാരായണ. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തിലെ 16 മുതൽ 26 വരെയുള്ള അധ്യായങ്ങളുടെ ഒരു സംഗ്രഹമാണ് നാരായണീയത്തിൽ 21-ാം ദശകം. മേൽപ്പത്തൂർ വളരെ മനോഹരമായൊരു സ്തുതിയാക്കി മാറ്റി. ഓരോ ശ്ലോകത്തിലും ഓരോ സ്ഥാനങ്ങളിൽ ഭഗവാൻ ഏത് ഭാവത്തിൽ എങ്ങനെ ഏതേത് ഭക്തന്മാരാൽ ഭജിക്കപ്പെട്ടുകൊണ്ട് കഴിയുന്നുവോ ആ ഭഗവാനെ ഞാനും ഭജിക്കുന്നു, ഞാനും സേവിക്കുന്നു, ഞാനും ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ശ്ലോകവും ഒരു സ്തുതിയാക്കി ഭഗവാന്റെ മുമ്പിൽ അർച്ചനയാക്കി സമർപ്പിക്കുകയാണ്. അപ്പോൾ 1-ാമത്തെ ശ്ലോകത്തിൽ ജംബൂദ്വീപം എന്ന ഏറ്റവും വലിയ ദ്വീപത്തിൽ, അതിൻ്റെ ഭൂമിയുടെ ഏറ്റവും കേന്ദ്രമാണ്, മധ്യമാണ് ഈ ജംബൂദ്വീപം.
അതിൻ്റെ തന്നെ മധ്യപ്രദേശമാണ് ഇളാവൃതം എന്ന് പറയുന്നതായിട്ടുള്ള മഹാദേവന്റെ വാസസ്ഥാനം, പരമേശ്വരന്റെ വാസസ്ഥാനം. അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ, മഹാദേവൻ ഒഴിച്ച്. ഗൗരീ പ്രധാന വനിതാ ജനമാത്ര ഭാജി, ഗൗരീ പ്രധാന വനിതാജനങ്ങളാൽ മാത്രം ഭജിക്കപ്പെടുന്നതായിട്ടുള്ള ആ മഹാദേവനാൽ നദികളാൽ ഉപാസിക്കപ്പെടുന്നതായിട്ടുള്ള സംഘർഷണമൂർത്തിയായ ഗുരുവായൂരപ്പ, അങ്ങയെ ഞാനും ആശ്രയിക്കുന്നു എന്ന് ഒന്നാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭദ്രാശ്വം എന്ന് പറയുന്ന ഇളാവൃതത്തിന് കിഴക്ക് ഭാഗത്തുള്ളതായിട്ടുള്ള ഉപഭൂഖണ്ഡം, അവിടെ ഭദ്രസ്രവസ്സുകൾ എന്ന് പറയുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരാൽ സ്തുതിക്കപ്പെടുന്നതായിട്ടുള്ള ഹയഗ്രീവമൂർത്തിയെ ഞാനും ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ് ധ്യായാമി ദേവ ഹയശീർഷതനും ഭവന്തം എന്ന് സ്തുതിച്ചു. മൂന്നാമത്തെ ശ്ലോകത്തിൽ ഇളാവൃതത്തിന് തെക്ക് ഭാഗത്തുള്ള ഹരിവർഷം എന്ന വർഷത്തിൽ പ്രഹ്ലാദമുഖ്യ പുരുഷന്മാരാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള ആ നരസിംഹമൂർത്തിയെ ഞാനും ഭജിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇളാവൃതത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പ്രതീചി കേതുമാലം എന്നതായിട്ടുള്ള വർഷത്തിൽ ഭഗവാൻ ലക്ഷ്മി മുതലായിട്ടുള്ള ആളുകളാൽ സേവിക്കപ്പെട്ടുകൊണ്ട് കാമദേവമൂർത്തിയായി അരുളുന്നു. ആ കാമദേവമൂർത്തിയെ ഞാനും ഭജിക്കുന്നു ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞു. അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഇളാവൃതത്തിന് വടക്ക് ഭാഗത്ത് ഉദീജി രമ്യകനാമനി വർഷേ, രമ്യകം എന്ന പേരുള്ളതായിട്ടുള്ള വർഷത്തിൽ ആ വർഷത്തിന്റെ നാഥനായ വൈവസ്വത മനുവിനാൽ സേവിതനായി മത്സ്യാകൃതിയായിരിക്കുന്ന ഗുരുവായൂരപ്പ, ഭജേ ഭവന്തം, ഞാൻ അങ്ങയെ ഭജിക്കുന്നു എന്ന് പറഞ്ഞു. ആറാമത്തെ ശ്ലോകത്തിൽ വടക്കിന് വടക്ക്, അതായത് രമ്യകദ്വീപിന്, രമ്യക ഭൂഖണ്ഡത്തിന്, രമ്യക വർഷത്തിന് പിന്നെയും വടക്കായിട്ട് ഔത്തരാഹമായിരിക്കുന്ന ഹിരണ്മയം എന്ന പേരുള്ള വർഷത്തിൽ കമടമൂർത്തിയായി, കൂർമ്മമൂർത്തിയായി പിതൃഗണങ്ങളാൽ അര്യമാവിന്റെ നേതൃത്വത്തിൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള അങ്ങയെ, അല്ലയോ പരചിന്മയാത്മാവായ ഗുരുവായൂരപ്പ, ആ കമടമൂർത്തിയെ ഞാനും സേവിക്കുന്നു എന്ന് ആറാം ശ്ലോകം പറഞ്ഞു. ഏഴാം ശ്ലോകത്തിൽ ഉത്തരേഷു കുരുഷു, പിന്നെയും ഉത്തരകുരു എന്ന് പറയുന്നതായിട്ടുള്ള വടക്ക് ദിക്കില് പ്രിയയാ ധരണ്യാ സംസേവിത, ഭൂമിദേവിയാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള ഋഷീശ്വരന്മാരാൽ സ്തുതിക്കപ്പെടുന്നവനായിട്ടുള്ള ദംഷ്ട്രാഗ്രത്തിന്റെ അറ്റം കൊണ്ട് ഘനങ്ങളെ, മേഘങ്ങളെ കീറിമുറിക്കുന്ന വലിയ ശരീരത്തോടു കൂടിയതായിട്ടുള്ള ആ പർവ്വത പോലെയുള്ളതായിട്ടുള്ള വലിയ ശരീരത്തോടു കൂടിയതായിട്ടുള്ള യജ്ഞവരാഹമൂർത്തെ, അങ്ങെന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവായൂരപ്പനെ സ്തുതിച്ചു. അപ്പൊ അങ്ങനെ ഏഴ് ഉപഭൂഖണ്ഡങ്ങൾ, 7 സബ് കോണ്ടിനെന്റ്സ്. ഏഷ്യ വൻകരയാണ് ജംബൂദ്വീപം. ആ ജംബൂദ്വീപത്തിലെ 7 സബ് കോണ്ടിനെന്റിനുകളെയാണ് പറഞ്ഞത്. ഇനി ഇതാ എട്ടാമത്തതായിട്ട് കിംപുരുഷം എന്നുള്ളതായിട്ടുള്ള വർഷത്തെ കുറിച്ച് പറയുന്നു. 9ാമതായിട്ടാണ് നമ്മുടെ ഭാരതവർഷം. അപ്പൊ മൊത്തം 9 വർഷങ്ങൾ അഥവാ സബ് കോണ്ടിനെന്റുകളാണ് ഏഷ്യ വൻകരയിലുള്ളത്. അവസാനത്തെ 2 പറയണം, 9ൽ 2. അത് കഴിഞ്ഞ് ദ്വീപുകളിലേക്കും ജ്യോതിർഗോളങ്ങളിലേക്കൊക്കെ സൂചിപ്പിക്കുന്നു. 8ാമത്തെ ശ്ലോകം വായിക്കാം. യാം യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമത ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ. യാം യാം ദിശം ഭജതി കിംപുരുഷാഖ്യവർഷേ സംസേവിതോ ഹനുമത ദൃഢഭക്തിഭാജ സീതാഭിരാമ പരമാത്ഭുതരൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണോ.
ഇപ്പൊ ഇവിടെ ഇളാവൃതത്തിന്റെ തെക്കുഭാഗത്തുള്ള ഒരു ദിക്കിലേക്ക് തന്നെ വീണ്ടും വരുന്നത്. മുമ്പ് തെക്ക് ഭാഗത്തുള്ള ഒരു ഉപഭൂഖണ്ഡത്തെ പറഞ്ഞു. ദക്ഷിണഗതേ ഹരിവർഷ വർഷേ, ഹരിവർഷം എന്നതായിട്ടുള്ള വർഷം നരസിംഹമൂർത്തി പ്രഹ്ലാദാദികളാൽ സേവിക്കപ്പെടുന്നത് തെക്കുഭാഗത്താണ് ഇളാവൃതത്തിന്റെ. ഇത് അതിനും തെക്ക്. യാമ്യാം ദിശം ഭജതി കിംപുരുഷാക്യ വർഷേ. യാമ്യാം ദിശം എന്ന് പറഞ്ഞാൽ, യാമ്യം എന്ന് പറഞ്ഞാൽ യമനെ സംബന്ധിച്ചത്. യമന്റെ ദിക്ക് ഏത് ദിക്കാണ്? തെക്ക് ദിക്കാണ്. അതുകൊണ്ട് യാമ്യാം ദിശം എന്ന് പറഞ്ഞാൽ യമന്റെ ദിക്ക്, യമനെ സംബന്ധിച്ചതായിട്ടുള്ള ദിക്ക് തെക്ക് ദിക്കില്. ഭജതി കിംപുരുഷാക്യ വർഷേ, കിംപുരുഷാക്യം, കിംപുരുഷം എന്ന പേരുള്ളതായിട്ടുള്ള ആ വർഷത്തിൽ അങ്ങയെ സേവിച്ചുകൊണ്ട് ഹനുമാൻ മുതലായിട്ടുള്ള ഭക്തന്മാർ വാണരുളുന്നു. അവിടെ അങ്ങ് രാമമൂർത്തിയായി എല്ലാവരാലും ആരാധിക്കപ്പെടുന്നു. അങ്ങനെയുള്ള രാമമൂർത്തിയായ ഭഗവാനെ എന്നെ രക്ഷിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ യാമ്യാം ദിശം ഭജതി കിംപുരുഷാക്യ വർഷേ. ഈ കിംപുരുഷാക്യ വർഷത്തിൽ പെടുന്നതാണ് നമ്മുടെ ബർമ്മ, ഇന്തോനേഷ്യ മുതലായ രാജ്യങ്ങളൊക്കെ. അതാണ് ഇന്തോനേഷ്യയിലൊക്കെ ഇപ്പോഴും രാമായണത്തിന്റെ അവശിഷ്ടങ്ങൾ ബാക്കിയായിരിക്കുന്നത്. അതും തെക്കോട്ടേക്ക് കടലിലോട്ട് തിരിഞ്ഞിട്ടാണല്ലോ കിടക്കുന്നത്. ഇതൊക്കെ തെക്ക് ഭാഗമല്ലേ? ഇളാവൃതത്തിന്റെ തെക്ക് ഭാഗമാണ് ഇന്തോനേഷ്യയും ബർമ്മയും എല്ലാം. അപ്പൊ ആ ഭാഗത്തായിരിക്കണം ഈ കിംപുരുഷ വർഷം. അപ്പൊ യാമ്യാം ദിശം ഭജതി കിംപുരുഷാക്യ വർഷേ. കിംപുരുഷാക്യം എന്നതായിട്ടുള്ള വർഷത്തിൽ സംസേവിതോ ഹനുമതാ ദൃഢഭക്തിബാജ, ദൃഢഭക്തിബാജ ഹനുമതാ സംസേവിത. നല്ല ഉറച്ച ഭക്തിയുള്ളവനായ ആ ഹനുമാൻ സ്വാമിയാൽ സംസേവിതനായിട്ട് സീതാഭിരാമ പരമാത്ഭുത രൂപശാലി, സീതയെ അഭിരമിപ്പിക്കുന്നതായിട്ടുള്ള പരമ അത്ഭുതമായ രൂപശാലിയായിട്ട്, രൂപത്തോടു കൂടിയവനായിട്ട്. രാമാവതാരം ഏറ്റവും സുന്ദരമായിട്ടുള്ള അവതാരമാണ്. പുരുഷോത്തമനായിരുന്നു രാമൻ. എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ അതിസുന്ദരനായിട്ടുള്ള, കാമദേവനേക്കാൾ കന്ദർപ്പ കോടി കളേബരം എന്നൊക്കെ പലയിടത്തും സ്തുതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ വനവാസകാലത്ത് ദണ്ഡകാരണ്യത്തിലെ മുനികളെല്ലാം കണ്ട് കൊതിച്ചിട്ടുണ്ട്. മുനിമാർ കൊതിക്കണമെങ്കിൽ എത്ര സുന്ദരനായിരിക്കണം അദ്ദേഹം. പുരുഷന്മാരെ കൊതിക്കുവോ? ഇവിടെ പുരുഷന്മാർ പോയിട്ട് മുനിമാര്, വളരെ ഇന്ദ്രിയ നിയന്ത്രണമുള്ള മുനിമാര് ശ്രീരാമനെ കണ്ട് ആലിംഗനം ചെയ്യാൻ കൊതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആനന്ദമൂർത്തി, സുന്ദരമൂർത്തിയാണ് ശ്രീരാമസ്വാമി. അദ്ദേഹം ആ മുനിമാരുടെ ആശ തീർക്കാനാണ് പിന്നീട് കൃഷ്ണനായി അവതരിച്ച് മുനിമാരൊക്കെ ഗോപികമാരായി വന്നത് എന്ന് പുരാണങ്ങളിൽ സൂചനയുണ്ട്. അപ്പൊ ഗോപികമാരായിട്ട് വന്നത് ശ്രീരാമനെ കണ്ട്, ശ്രീരാമനെ ഭൗതികമായി ശാരീരികമായി തന്നെ ആലിംഗനം ചെയ്യാൻ കൊതിച്ചതായിട്ടുള്ള ഋഷിമുനിമാരാണ്. അപ്പൊ അത്ര അത്ഭുത രൂപശാലി എന്നിവിടെ പറഞ്ഞതിൽ ഒരു അതിശയോക്തിയുമില്ല. സീതാഭിരാമ പരമാത്ഭുത രൂപശാലി, സീതയെ അഭിരമിപ്പിക്കുന്നതായിട്ടുള്ള പരമ അത്ഭുതമായ രൂപത്തോടു കൂടിയവനെ, ഹേയ് രാമാത്മക വിഷ്ണു, രാമമൂർത്തിയായ വിഷ്ണു, അങ്ങ് അവിടെ പരിലസിക്കുന്നു. പരിലസൻ പരിപാഹി, എന്നെയും പരിപാലിച്ചാലും എന്നെയും രക്ഷിച്ചാലും. അപ്പൊ കിംപുരുഷാക്യ വർഷത്തിൽ ഹനുമാൻ മുതലായ ഭക്തജനങ്ങളാൽ സേവിക്കപ്പെടുന്ന സുന്ദരമൂർത്തിയായ ശ്രീരാമസ്വാമി, സീതയെ പോലും അഭിരമിപ്പിക്കുന്നതായിട്ടുള്ള സുന്ദരമൂർത്തിയായിട്ടുള്ള രൂപശാലിയായ രാമാത്മകനായ ഹേ വിഷ്ണു, അങ്ങെന്നെ രക്ഷിച്ചാലും എന്നാണ് ഇവിടെ പ്രാർത്ഥന. അപ്പൊ തെക്ക് ദിക്കില് കിംപുരുഷം എന്നുള്ളതായിട്ടുള്ള വർഷം. യാം ദിശം ഭജതി കിംപുരുഷാക്യ വർഷേ സംസേവിതോ ഹനുമത ദൃഢഭക്തിബാജ സീതാഭിരാമ പരമാത്ഭുത രൂപശാലി
രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു. കിംപുരുഷന്മാരെന്നുള്ളത് ഈ ഇപ്പോഴുള്ള നമ്മുടെ ചൈനക്കാരൊക്കെ കിംപുരുഷന്മാരുടെ വിഭാഗത്തിൽ പെടുന്നവരാണ്. പുരുഷ കിം, മനുഷ്യന്മാരാണോ എന്ന് ശങ്ക തോന്നുന്ന രൂപങ്ങളാണ്. അതാണ് കിം പുരുഷ. ഇനി കിന്നരന്മാരെന്ന വിഭാഗമുണ്ട്. അവർ നല്ല സുന്ദരന്മാരാണ്. അവർ നമ്മുടെ ഭാരതത്തിൽ തന്നെയാണ്. ഹിമാചൽ പ്രദേശ് അതുപോലെയുള്ളതായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കിന്നരന്മാരുടെ ദേശം. കിന്നര കൈലാസം എന്ന് പറഞ്ഞ കിന്നർ കൈലാസ് ഒരു സ്ഥലമുണ്ട്, ഹിമാചൽ പ്രദേശിലാണ്. അവിടെ അതിസുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ആളുകളാണ്. ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരന്മാരായിട്ടുള്ള മനുഷ്യരുള്ള സ്ഥലമാണ് ഈ ഹിമാചൽ പ്രദേശിലെ ഈ കിന്നര ദേശം, കിന്നർ കൈലാസ്. വളരെ മനോഹരമാണ് അവിടുത്തെ ആൾക്കാർ. ഇവിടെ കിം പുരുഷ, ഇവർ പുരുഷന്മാരാണോ എന്ന് തോന്നുന്നത് പോലെ ആണും പെണ്ണും ഒരുപോലെ അല്ലേ ചൈനക്കാരൊക്കെ. എല്ലാം ഒരേ ഷേപ്പ്, ഉരുണ്ട് ചപ്പ മൂക്കുമായിട്ട് ഒക്കെ ഉരുളക്കിഴങ്ങ് പോലെ ഇരിക്കും. അപ്പൊ പുരുഷഹാക്യം, അപ്പൊ ആ മംഗോളിയൻ വിഭാഗം ആൾക്കാരെ സൂചിപ്പിക്കുന്നതാണ് കിംപുരുഷന്മാര്, ആ കിംപുരുഷ ദേശം. അപ്പോ സീതാഭിരാമ പരമാത്ഭുത രൂപശാലി രാമാത്മക പരിലസൻ പരിപാഹി വിഷ്ണു എന്ന് കിംപുരുഷാക്യ വർഷത്തിൽ രാമമൂർത്തിയെ സ്തുതിച്ചു. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ നമ്മുടെ ഭാരതഖണ്ഡത്തിലേക്ക് വരണം. അപ്പോൾ ജംബൂദ്വീപത്തിലെ അവസാന ഖണ്ഡമായിട്ടാണ് ഭാരതഖണ്ഡത്തെ പറയുന്നത്. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസക പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ ത്വം സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ആകൽപകാലമിഹ സാധുജനാഭിരക്ഷീ നാരായണോ നരസക പരിപാഹി ഭൂമൻ. ശ്രീനാരദേന സഹ ഭാരതഖണ്ഡമുഖ്യൈഃ സാംഖ്യയോഗനുതിഭിഃ സമുപാസ്യമാനഃ ഇഹ ആകൽപകാലം സാധുജനാഭിരക്ഷി നരസകഃ നാരായണഃ ത്വം ഹേ ഭൂമൻ മാം പരിപാഹി. അപ്പൊ നരസകഃ നാരായണഃ, നരനോടുകൂടിയതായിട്ടുള്ള നാരായണൻ, നരസഖാവായ നാരായണനാണ് ഈ ഭാരതവർഷത്തിൽ അരുളുന്നത്. നാരദൻ മുതലായിട്ടുള്ള ഭാരതഖണ്ഡത്തിലെ മുഖ്യന്മാരായ ഭക്തന്മാരാൽ, ഋഷീശ്വരന്മാരാൽ സാംഖ്യയോഗ നുതിഭിഹി, സാംഖ്യതത്വങ്ങളെ കൊണ്ടും യോഗശാസ്ത്രങ്ങളെ കൊണ്ടും, നുതിഭിഹി അങ്ങനെയുള്ള ആ ശാസ്ത്രങ്ങളെ പ്രകാശിപ്പിക്കുന്ന സ്തുതികളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്ന സമുപാസ്യമാനഃ സമ്യക് ഉപാസ്യമാനഃ ആകൽപകാലം പ്രളയകാലം വരെ സാധുജനാഭിരക്ഷി സജ്ജനങ്ങളെ രക്ഷിക്കുന്നവനായിക്കൊണ്ട് നരസകനായ നാരായണനായി ഹേ ഗുരുവായൂരപ്പ അങ്ങ് കുടികൊള്ളുന്നു, അങ്ങനെയുള്ള അങ്ങ് എന്നെയും പരിപാലിച്ചാലും എന്നാണ് ഇവിടെ പ്രാർത്ഥന. അപ്പൊ ശ്രീ നാരദേന സഹ, നാരദ മഹർഷിയാണ് നരനാരായണന്മാരെ ഉപാസിക്കുന്നവരിൽ മുഖ്യൻ, നമ്പർ 1. അദ്ദേഹത്തോടുകൂടെ ഭാരതഖണ്ഡ മുഖ്യന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഈ ഭാരതഖണ്ഡത്തിലെ മുഖ്യന്മാരായ ഋഷീശ്വരന്മാരൊക്കെ നാരദ മഹർഷിയുടെ പുറകിലുണ്ട്. അങ്ങനെ സാഖ്യം, യോഗം മുതലായ ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്ന സ്തുതികളെ കൊണ്ട് സമുപാസ്യമാനഃ ഇഹ, ഇവിടെ ഈ ഭാരതത്തിൽ അകൽപകാലം, കൽപ്പകാലം വരേക്കും സാധുജനാഭിരക്ഷി, സാധുജനങ്ങളെ നന്നായി പരിരക്ഷിക്കുന്നവനായിട്ടുള്ള നരസകനായ നാരായണനായ അങ്ങ്, അല്ലയോ ഭൂമാവേ
അല്ലയോ വലിയവനേ ഈശ്വര പരിപാഹി, ഞങ്ങളെ രക്ഷിച്ചാലും എന്ന് സ്തുതിക്കുകയാണ്. അപ്പൊ ഭാരതത്തിന്റെ കുലദേവതകളാണ് നരനാരായണന്മാർ. ഭാരതത്തിന്റെ ഗുരുവാണ് നാരദ മഹർഷി. അപ്പൊ നാരദ മഹർഷിയാൽ മുന്നിൽ നിന്ന് ഉപാസിക്കപ്പെടുന്നു നരനാരായണമൂർത്തിയായിട്ടുള്ള ഭഗവാൻ നാരായണൻ. അപ്പൊ നമ്മുടെ ഭാരതീയർക്ക് എന്നും പ്രാതകാലത്തിൽ തന്നെ സ്മരിക്കേണ്ട ഈശ്വര മൂർത്തികളാണ് നരനാരായണന്മാർ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത് എന്ന് നമ്മൾ സ്തുതിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെയാണ്. നരനാരായണന്മാരെ എന്നും പ്രാതകാലത്തിൽ തന്നെ സ്മരിക്കേണ്ടതാണ്. നമ്മുടെ ഭാരതത്തിന്റെ രക്ഷകരാണ്, തപോമൂർത്തികളായി ഭാരതത്തെ രക്ഷിക്കുന്നവര്. ഇന്നലെ ചെയ്ത പോലെ ഇന്ന് സ്തുതികൾ വർണ്ണിച്ചില്ല, സ്തുതികൾ വായിച്ചില്ല, നിങ്ങൾ സൂചിപ്പിച്ചില്ല ആരും. അപ്പൊ നമുക്ക് 2 ഖണ്ഡങ്ങളിൽ ഹനുമാൻ സ്വാമിയാലും അല്ലെ കിംപുരുഷ വർഷത്തിൽ ഹനുമാൻ മുതലായിട്ടുള്ള സ്വാമിമാരാൽ ആരാധിക്കപ്പെടുന്ന ശ്രീരാമസ്വാമിയെ ഉപാസിക്കുന്ന മന്ത്രവും, അത് കഴിഞ്ഞ് നരനാരായണ ഋഷിമാരാൽ സ്തുതിക്കപ്പെടുന്ന നാരദാദി ഋഷീശ്വരന്മാരാൽ സ്തുതിക്കപ്പെടുന്ന നരനാരായണമൂർത്തിയെയും ഉള്ള സ്തുതി ശ്രീമദ് ഭാഗവതത്തിലെ 19-ാം അധ്യായത്തിൽ, പഞ്ചമസ്കന്ധത്തിലെ 19-ാം അധ്യായത്തിലാണ് ഈ 2 മന്ത്രങ്ങളും സ്തുതികളും ഉള്ളത്. ആദ്യം ഗദ്യരൂപത്തിൽ ചൊല്ലുന്നത് മന്ത്രം, പിന്നെ പദ്യരൂപത്തിൽ ചൊല്ലുന്നത് സ്തുതി. അപ്പൊ അത് ചൊല്ലാം. ഇവിടെ കിംപുരുഷ വർഷത്തിൽ ശ്രീരാമസ്വാമിയെ ജപിക്കുന്ന മന്ത്രമാണ്. ഓം നമോ ഭഗവതേ ഉത്തമ ശ്ലോകായ നമ ആര്യലക്ഷണശീലവ്രതായ നമ ഉപശിക്ഷിതാത്മനെ ഉപാസിതലോകായ നമ സാധുവാദ നികഷണായ നമോ ബ്രഹ്മണ്യദേവായ മഹാപുരുഷായ മഹാരാജായ നമ ഇതി. യത്തദ്വിശുദ്ധാനുഭവമാത്രമേകം സ്വതേജസാദ്വസ്തഗുണവ്യവസ്ഥം പ്രത്യക് പ്രശാന്തം സുധിയോപലംബനം ഹ്യനാമരൂപം നരസിംഹം പ്രപദ്യേ സീതാകൃതാനി വ്യസനാനീശ്വരസ്യ ന വൈസ ആത്മാത്മവതാം സുഹൃത്തമഃ സക്തസ്ത്രിലോക്യാം ഭഗവാൻ വാസുദേവഃ ന സ്ത്രീകൃതം കശ്മലമശ്നുവീത ന ലക്ഷ്മണം ചാപി വിഘാതുമർഹതി ന ജന്മനൂനം മഹതോ ന സൗഭഗം ന വാങ്ന ബുദ്ധിർ നാകൃതിസ്തോഷഹേതുഃ തൈര്യദ്വിസൃഷ്ടാനഭിനോ വനൗകസഃ ചകാര സഖ്യേ വദ ലക്ഷ്മണദ്രജഃ സുരോ വാപ്യത വാനരോ നരഃ സർവാത്മനായ സുകൃതജ്ഞമുത്തമം ഭജേത രാമം മനുജാകൃതിം ഹരിം യ ഉത്തരാൻ അനയത് കോസലാൻ ദിവമിതി. ഇങ്ങനെ ശ്രീരാമസ്വാമിയെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുതിയാണ് ഇപ്പൊ ചൊല്ലിയത്. ഇനി നമ്മുടെ ഭാരതവർഷത്തിൽ നരനാരായണന്മാരെ ജപിക്കുന്ന മന്ത്രവും സ്തുതിക്കുന്ന സ്തുതിയും നാരദാദികളാൽ ഇപ്രകാരം സ്തുതിക്കപ്പെടുന്നു. ഓം നമോ ഭഗവതേ ഉപശമശീലായ ഉപരദാനാജ്ഞായ നമോ കിഞ്ചന വിത്തായ ഋഷിർഷഭായ നരനാരായണായ പരമഹംസ പരമഗുരവേ ആത്മാരാമാധിപതയേ നമോ നമ ഇതി. ഗായതി ചേദം കർത്താസ്യ സർഗാദിഷു യോ ന ബധ്യതേ ന ഹന്യതേ ദേഹഗതോപി ദൈഹികൈഃ ദ്രഷ്ടുർന ദൃഗ്യസ്യ ഗുണൈർവിദൂഷ്യതേ തസ്മൈ നമോ സക്ത വിവിക്ത സാക്ഷിണേ. ഇദം ഹി യോഗേശ്വര യോഗ നൈപുണം ഹിരണ്യഗർഭോ ഭഗവാൻ ജഗാദയത് യദന്തകാലേ ത്വയി നിർഗുണേ മനോ ഭക്ത്യാ ദദീതോചിത ദുഷ്കളേ വരഹം യദൈഹികാമുഷ്മിക കാമലംബണഃ
സുതേഷു ദാരേഷു ധനേഷു ചിന്തയൻ ശങ്കേത വിദ്വാൻ കുകളേബരാത്യയാത് യസ്തസ്യ യത്നഃ ശ്രമ ഏവ കേവലം തന്നഃ പ്രഭോത്വം കുകളേബരാർപ്പിതാം ത്വന്മായാഹം മമകാം അദോക്ഷജ ഭിന്ദ്യാമയേനാശു വയം സുദുർഭിതാം വിദേഹി യോഗം ത്വയിന സ്വഭാവം ഇതി. ഇങ്ങനെ നരനാരായണമൂർത്തിയെ സ്തുതിക്കുന്ന ശ്ലോകങ്ങൾ. അപ്പൊ ഇങ്ങനെ ജംബൂദ്വീപത്തിലെ 9 ദ്വീപുകളെ 9 ഉപഭൂഖണ്ഡങ്ങളെ വർണ്ണിച്ചു. അതിലൊക്കെ ഉള്ള ഭഗവാന്റെ മൂർത്തിയെ വർണ്ണിച്ച് സ്തുതിച്ചു. അവസാനം ഈ ഭാരതഖണ്ഡത്തെ കുറിച്ച് പറഞ്ഞപ്പോ ശ്രീമദ് ഭാഗവതത്തില് ശുകബ്രഹ്മർഷി ഭാരതഖണ്ഡത്തിന്റെ മഹാത്മ്യം കുറേ വിസ്തരിക്കുന്നുണ്ട്. മറ്റ് ലോകങ്ങളിലുള്ളവരെല്ലാം ഈ ഭാരതത്തെ പുകഴ്ത്തുന്നു. അവരെല്ലാം ഈ ഭാരതഭൂമിയിൽ മനുഷ്യനായി ജന്മം കൊതിക്കുന്നു. സ്വർഗാദി ലോകങ്ങളിലുള്ള ദേവന്മാരടക്കം ഈ ഭൂമിയിൽ, അതും ഭാരതഭൂമിയിൽ മനുഷ്യരായി ജനിക്കാൻ കൊതിക്കുന്നു എന്ന് പറഞ്ഞ സ്തുതിയുണ്ട്. ഭാരതത്തെ സ്തുതിക്കുന്ന സ്തുതി ശ്രീമദ് ഭാഗവതത്തില്. ആ ഭാഗമൊന്ന്, ആ ശ്ലോകങ്ങളൊന്ന് വായിക്കാം. ഭാരതമഹിമ വ്യാഖ്യാനിക്കാൻ സമയമില്ല, പിന്നീട് ഭാഗവതം പറയുമ്പോൾ വ്യാഖ്യാനിക്കാം. ഇപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ ഈ ഭാരത ഭൂഖണ്ഡത്തിന്റെ മഹിമയെ വർണ്ണിച്ചുകൊണ്ട് ഭാരത ഭൂഖണ്ഡത്തിൽ മനുഷ്യരായി ജനിക്കാൻ ദേവന്മാർ പോലും കൊതിച്ചുകൊണ്ട് ചെയ്യുന്ന സ്തുതിയാണ്. അപ്പൊ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വായിക്കുന്നത്. നമ്മൾ എത്ര ധന്യരാണ്, എത്ര സുഹൃതികളാണ്. നമ്മൾ ആഫ്രിക്കയിലെ സോമാലിയിലൊന്നും പോയി ദാരിദ്ര്യത്തിന്റെ നടുവിൽ പോയി ജനിച്ചില്ലല്ലോ, അല്ലെ? നമ്മള് ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ മർക്കട മുഷ്ടിയിൽ പോയി ജനിച്ചില്ലല്ലോ. നമ്മൾ അറേബ്യൻ നാടുകളില് തീവ്രവാദങ്ങളുടെ നടുവില് മൂഢന്മാരുടെ നടുവിൽ പോയി ജനിച്ചില്ലല്ലോ. അമേരിക്കയിലെ ഭൗതിക സമ്പന്നതയുടെ നടുവില് അസുര സ്വഭാവത്തോടുകൂടി കഴിയുന്ന ആളുകളുടെ ഇടയിൽ നമ്മൾ ജനിച്ചില്ലല്ലോ. നമ്മൾ ഈ ഭാരതഭൂമിയിലാണല്ലോ ജനിച്ചത്, ഭാഗ്യവാന്മാർ. നമ്മള് ജന്തുക്കളായിട്ടല്ലല്ലോ ജനിച്ചത്, ഇഴജന്തുക്കളല്ലല്ലോ നമ്മള്, നാൽക്കാലികളല്ലല്ലോ നമ്മള്. എത്ര ഭാഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യന്മാരാണ്. ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? ഈ മനുഷ്യജന്മം കൊണ്ട് ഈശ്വര പദവി വരെ ഉയരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള അതിദുർലഭമായിട്ടുള്ള മനുഷ്യജന്മമാണ് ഹേ ഭാരതീയരെ, ഹേ മാലോകരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. നിങ്ങൾ അറിയുവിൻ, ഉണരുവിൻ, എന്നിട്ട് ആ ജന്മത്തെ സഫലമാക്കുവിൻ, ധന്യമാക്കുവിൻ. ഈ ഭാരതഭൂമിയിൽ ജന്മം കിട്ടി പാഴാക്കി കളയാതിരിക്കും. ഇവിടെ ഒരു മനുഷ്യ ജന്മം കിട്ടാൻ ആളുകൾ ക്യൂ നിൽക്കുന്നു. അവരുടെ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ ഭാരതഭൂമിയിൽ മനുഷ്യരായി ജനിച്ചിരിക്കുന്നത്. അപ്പൊ സ്വന്തം ഭാഗ്യത്തെ തിരിച്ചറിയുവിൻ എന്ന് സ്തുതിക്കുന്നതാണ് ഈ സ്തുതി. ഏതദേവഹി ദേവാ ഗായന്തി എന്ന് പറഞ്ഞാ തുടങ്ങുന്നത്. ദേവന്മാരാണ് ഗാനം ചെയ്യുന്നത് ഈ ഭാരതഭൂമിയുടെ മഹിമയെ. അഹോ അമീഷാം കിമകാരി ശോഭനം പ്രസന്നയേഷാം സ്വിദുത സ്വയം ഹരി യൈർജന്മലബ്ധം നൃഷു ഭാരതാജിരേ മുകുന്ദ സേവൗപയികം സ്പൃഹാഹിനഃ. അഹോ എന്ന് ആശ്ചര്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഈ ഭാരതീയരുടെ ഒരു ഭാഗ്യമേ, അവരുടെ ഇടയിൽ ആ ഭഗവാൻ വിവിധ അവതാരങ്ങൾ എടുത്ത് ലീലയാടിയത്. ശ്രീകൃഷ്ണനായും ശ്രീരാമനായും ഒക്കെ അവതരിച്ച് ആ ദേശവാസികളെയാണ് ഭഗവാൻ അനുഗ്രഹിച്ചത്. ഞങ്ങൾക്ക് പോലും കൊതിയാവുന്നു എന്നാ പറയുന്നത്. കിം ദുഷ്കരൈർനക്രതുഭിസ്തപോ വ്രതൈഹി ദാനാദിവിർവാദ്യുജയേന ബൽഗുണ നയത്ര നാരായണ പാദ പങ്കജ സ്മൃതി പ്രമുഷ്ടാതിശയേന്ദ്രിയോത്സവാത്. അവരുടെ സ്വർഗത്തെ അവർ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ എത്ര യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്തിട്ടാണ് ഈ സ്വർഗത്തിലെ ജന്മം കിട്ടിയത്. പക്ഷെ ഒരു ഗുണവുമില്ല എന്നാ പറയണത്. ആ ഭാരതത്തിന്റെ മുമ്പിൽ താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്വർഗം ഒന്നുമല്ല എന്ന്. കൽപായുഷാം സ്ഥാനജയാത് പുനർഭവാത് ക്ഷണായുഷാം ഭാരത പൂജയോ വരം
ക്ഷണേന മർത്യേന കൃതം മനസ്വിനഃ സന്യസ്യ സംയാദ്യഭയം പദം ഹരേഹേ. കൽപ്പായുസ്സുള്ളതായിട്ടുള്ള വലിയ വലിയ ആളുകളുടെ സ്ഥാനങ്ങളെക്കാൾ, ദേവന്മാരുടെയൊക്കെ ബ്രഹ്മാവിന്റെ സ്ഥാനത്തേക്കാൾ ഒക്കെ ശ്രേഷ്ഠമാണ്. അല്പം ആയുസ്സേ ഉള്ളൂവെങ്കിലും ഭാരതഭൂജയ വരം, ഭാരതഭൂമിയിലുള്ളതായിട്ടുള്ള ജന്മമാണ് ഏറ്റവും വരം, ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയണം. ഇവിടെ നമുക്ക് ക്ഷണനേരം കൊണ്ട് മുക്തി പ്രാപിക്കാനുള്ള വഴികളുള്ള സ്ഥലമാണ് ഈ ഭാരതം. നയത്ര വൈകുണ്ഠകഥാ സുതാപക ന സാധവോ ഭാഗവതാസ്തദാശ്രയ നയത്ര യജ്ഞേശ മഘാ മഹോത്സവ സുരേശ ലോകോപി നവൈ സസേവ്യതാം. ഈ ഭാരതത്തിൽ നടക്കുന്ന സൽക്കർമ്മങ്ങളെ കുറിച്ചാ പറയുന്നത്. എവിടെയാണോ വൈകുണ്ഠനാഥന്റെ അമൃതപ്രവാഹമാകുന്ന കഥകളുള്ളത്, എവിടെയാണോ ഭാഗവതന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ ആശ്രയിച്ചിരിക്കുന്നത്, എവിടെയാണോ യജ്ഞേശനായ ഭഗവാന് യാഗങ്ങളും മഹോത്സവങ്ങളും നടക്കുന്നത്, അതാണ് ഭാരതഭൂമി. ഇതല്ലാത്തതൊക്കെയോ അത് സ്വർഗമാണെങ്കിലും ന സേവ്യതാം, ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ. എവിടെ ഇതൊന്നും ഇല്ലയോ? ഈ ഭാരതഭൂമിയിൽ നടക്കുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങളൊന്നും വേറെ എവിടെയും നടക്കുന്നില്ല. അതുകൊണ്ട് അവിടെയൊന്നും ന സേവ്യതാം, ന സേവ്യതാം, ഡോണ്ട് ഗോ ദിയർ, ഇറ്റ് ഈസ് നോട്ട് ഡിസൈറബിൾ. അപ്പൊ സ്വർഗമാണെങ്കിലും ഡിസൈറബിൾ അല്ല എന്നാ പറയണത്. പ്രാപ്താജാതിം തിഹയേ ചന്ദവോ ജ്ഞാനക്രിയാ ദ്രവ്യകലാപ സംവൃതാം നവയ്യതേരൻ അപുനർഭവായതേ ഭൂയോ വനൗകായിവയാന്തി ബന്ധനം. ഇനി ഈ ഭാരതഭൂമിയിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് ആരാണോ അപുനർഭവായ നയതേരൻ, ഈ മോക്ഷപ്രാപ്തിക്കായിട്ട് യത്നം ചെയ്യാതിരിക്കുന്നത്, അവർ തീർച്ചയായിട്ടും ഭൂയഹ വീണ്ടും വനൗകായിവ വനജന്തുക്കളെ പോലെ ബന്ധനം യാന്തി, ബന്ധനത്തെ പ്രാപിക്കും. അപ്പൊ അവര് ഈ ഭാരതഭൂമിയിൽ മനുഷ്യരായി ജനിച്ച് മോക്ഷത്തിനുള്ള പ്രയത്നം ചെയ്യുന്നില്ലെങ്കിൽ അവർ വീണ്ടും വന്യമൃഗങ്ങളായി അധപ്പതിക്കും. ശ്രദ്ധയാ ബർഹിഷി ഭാഗസോഹവിർ നിരുക്തമിഷ്ടം വിധിമന്ത്രവസ്തുതഃ ഏകപൃതംനാമഭിരാഹുതോ മുദാ ഗൃഹാതി പൂർണ്ണ സ്വയമാശിഷാം പ്രഭു. ഏതൊരു ഭാരതഭൂമിയിലാണോ ചെയ്യുന്ന യാഗങ്ങളും യജ്ഞങ്ങളും സത്കർമ്മങ്ങളും കൊണ്ട് പ്രസാദിച്ചതായിട്ടുള്ള ഭഗവാൻ നേരിൽ വന്ന് ആ ഹവിസുകളെ സ്വീകരിക്കുന്നത്, അതാണ് ഭാരതഭൂമി. സത്യം ദിശത്യർത്ഥിതമർത്തിതോ നൃണാം നൈവാർത്തതോ യത് പുനരർത്തിതായതഃ സ്വയം വിദത്തേ ഭജതാമനിച്ഛതാം ഇച്ഛാവിധാനം നിജപാദപല്ലവം യദ്യത്ര ന സ്വർഗസുഖാവശേഷിതം സ്വിഷ്ടസ്യ സുക്തസ്യ കൃതസ്യ ശോഭനം തേനാജനാഭേ സ്മൃതിമജ്ജന്മന സ്യാത് വർഷേ ഹരിർയത് ഭജതാം ശം തനോതി. ഇപ്പൊ ദേവന്മാർ അവസാനം പ്രാർത്ഥിക്കുകയാണ്, ഈ സ്വർഗത്തിൽ വല്ല സുഖങ്ങളും ഞങ്ങൾക്ക് അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പുണ്യങ്ങൾ ശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട്, ആ പുണ്യം കൊണ്ട് അജനാഭേ, അജനാഭം ഭാരതവർഷം, ആ ഭാരതവർഷത്തിൽ ഞങ്ങൾക്ക് ഈ ബോധമുള്ള ജന്മം തരണം. ഏതൊരു വർഷത്തിലാണോ ഭജതാം ഹരിഹി ശം തനോതി, ഭജിക്കുന്നവർക്ക് ഹരി മംഗളത്തെ കൊടുക്കുന്നത്, ആ ഭാരതഭൂമിയിൽ ഞങ്ങളുടെ ശേഷിക്കുന്ന പുണ്യം അതിനുവേണ്ടി ഉപയോഗിക്കണം. ഞങ്ങൾക്ക് മതിയായി, ഇവിടെ ഉള്ള പുണ്യം കൊണ്ട് ഞങ്ങൾക്ക് ഭാരതഭൂമിയിൽ ജന്മം തരൂ എന്ന് ദേവന്മാർ സ്വർഗത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഭാരതീയര് എത്ര ഭാഗ്യവാന്മാർ, എത്ര ധന്യർ, എത്ര സുകൃതികൾ എന്ന് തിരിച്ചറിയുക. അതാണ് ഇവിടെ ഭാരതഭൂമിയുടെ മഹിമ വർണ്ണിച്ചത് ഭാഗവതത്തില്. അപ്പൊ അങ്ങനെ 9 ശ്ലോകങ്ങളെ കൊണ്ട് ജംബൂദ്വീപ വർണ്ണന കഴിഞ്ഞു. 9ാമത്തെ ശ്ലോകത്തിൽ ഭാരത സ്തുതിയും കഴിഞ്ഞു. ഇനി 10ാം ശ്ലോകത്തിലേക്ക് പോകാം. 10ാം ശ്ലോകത്തില് ജംബൂദ്വീപം കഴിച്ചിട്ടുള്ള ബാക്കി 6 ദ്വീപുകളാണ് പ്ലാക്ഷം അല്ലെങ്കിൽ പ്ലക്ഷം, പ്ലക്ഷദ്വീപ്,
ശാൽമല ദ്വീപ്, കുശം എന്നുള്ളതായിട്ടുള്ള ദ്വീപ്, ക്രൗഞ്ചം എന്നുള്ള ദ്വീപ്, ശാകം, പുഷ്കരം. അപ്പൊ പ്ലക്ഷം, ശാൽമലം, കുശം, ക്രൗഞ്ചം, ശാകം, പുഷ്കരം, ഇങ്ങനെയുള്ള 6 ദ്വീപുകൾ ഇന്നത്തെ യൂറോപ്പും ആഫ്രിക്കയും ഓസ്ട്രേലിയയും സൗത്ത് അമേരിക്കയും നോർത്ത് അമേരിക്കയും എന്ന് പറഞ്ഞ പോലെയുള്ള 6 ഭൂഖണ്ഡങ്ങൾ, കോണ്ടിനെന്റ്സ്, അവയാണ് ഇവിടെ മുഖ്യ ദ്വീപുകളായിട്ട് 6 ദ്വീപുകളായിട്ട് പറയുന്നത് ജംബൂ ദ്വീപത്തിന് ശേഷം. അത് ഒറ്റ ശ്ലോകത്തിൽ 10ാമത്തെ ശ്ലോകത്തിൽ സംഗ്രഹിച്ചു. അവിടെ ഓരോ ഭാഗത്തും ഭഗവാൻ ഏതേത് ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു, ആ ദ്വീപുവാസികൾ ഭഗവാനെ എങ്ങനെ സ്തുതിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. പ്ലാക്ഷേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്നിരൂപം ക്രൗഞ്ചേംബുരൂപമദവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. പ്ലാക്ഷ്യേർക്കരൂപമയി ശാൽമല ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്നിരൂപം ക്രൗഞ്ചേംബുരൂപമദവായുമയം ച ശാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. പ്ലാക്ഷേ അർക്കരൂപം അയി, അയി അയി എന്നുള്ളത് അല്ലയോ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ പ്ലാക്ഷം എന്നുള്ള അല്ലെങ്കിൽ പ്ലക്ഷം എന്നുള്ള ദ്വീപത്തിൽ അർക്കരൂപനായി സ്തുതിക്കപ്പെടുന്നു. അർക്കൻ എന്നാൽ സൂര്യനായിട്ട്. അപ്പൊ പ്ലക്ഷദ്വീപവാസികൾ അന്ന് കാലത്ത് ഭഗവാനെ, നാരായണനെ സൂര്യനാരായണനായി ആരാധിച്ചു വന്നു. അപ്പൊ സൂര്യോപാസനയാണ് പ്ലക്ഷദ്വീപില് പ്രധാനം. ഇപ്പൊ കാലം കൊണ്ട് അവിടെയൊക്കെ മാറിയല്ലോ. ഇപ്പൊ അവിടെ യേശു ക്രിസ്തുവും അള്ളാഹുവും ഒക്കെ ആയി മാറി ഓരോ ഭാഗത്തും. അപ്പോ പ്രാചീന കാലത്ത് നമ്മുടെ പഴയ ലോകത്തില് ഈ മറ്റ് ആധുനിക മതങ്ങളൊന്നും ഉണ്ടാവുന്നതിന് മുമ്പ് അതാത് ദ്വീപുകളിലുള്ളതായിട്ടുള്ള ആളുകൾ ഈശ്വരനെ ആരാധിച്ചിരുന്നത് ഏതേത് വിധത്തിലാണെന്ന് പറയാണ്. പ്ലക്ഷദ്വീപിൽ അങ്ങ് ഗുരുവായൂരപ്പ ആദിത്യ സ്വരൂപനായി ആരാധിക്കപ്പെടുന്നു, സൂര്യമൂർത്തിയായി അങ്ങേ അവിടെയുള്ള ജനങ്ങൾ ആരാധിക്കുന്നു. പ്ലാക്ഷേർക്കരൂപം ഐ ഐ ഗുരുവായൂരപ്പ ശാൽമലേ ഇന്ദുരൂപം. ശാൽമലം എന്നുള്ളതായിട്ടുള്ള ദ്വീപിൽ അങ്ങ് ചന്ദ്രസ്വരൂപനായി ആരാധിക്കപ്പെട്ടിരുന്നു. അവിടെ ചന്ദ്രനായിട്ടാണ് ഭഗവാനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആരാധിച്ചു കൊണ്ടിരുന്നത്. ശാൽമല ദ്വീപിൽ ചന്ദ്രസ്വരൂപനായി ആരാധിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രതീകമാണ് തോന്നുന്നു ഇപ്പോ മുസ്ലിങ്ങൾ ചന്ദ്രക്കല എടുത്തിരിക്കുന്നത്. പഴയ ആരാധനയുടെ ബാക്കിയാണ് ആ ചന്ദ്രക്കല എന്ന് തോന്നുന്നുണ്ട്. ശാൽമലയെ ചന്ദ്രസ്വരൂപം, എന്തായാലും പഴയതെന്ന് എന്തൊക്കെയോ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പോഴതൊക്കെ. ശാൽമലേ ഇന്ദുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്നിരൂപം. കുശനാമനി ദ്വീപേ, കുശം എന്ന പേരുള്ള ദ്വീപത്തിൽ അവിടെയുള്ള ആളുകൾ അങ്ങയെ ഭജന്തി വന്യരൂപം, അഗ്നിസ്വരൂപനായിട്ടാണ് അവിടെ അങ്ങയെ ആളുകൾ ആരാധിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ കുശം എന്ന പേരുള്ള ദ്വീപിൽ വന്യസ്വരൂപനായി ആരാധിക്കപ്പെടുന്നു, അഗ്നിസ്വരൂപനായി ആരാധിക്കപ്പെടുന്നു. ക്രൗഞ്ചേംബുരൂപം, ക്രൗഞ്ചം എന്നുള്ളതായിട്ടുള്ള ദ്വീപിൽ അങ്ങ് ജലസ്വരൂപനായി ആരാധിക്കപ്പെടുന്നു. അമ്പുരൂപം, അമ്പു എന്നാൽ ജലം. ഇപ്പൊ ക്രൗഞ്ചേ അമ്പുരൂപം, അത് വായുമയം ച ശാഖേ, ശാഖം എന്നുള്ളതായിട്ടുള്ള ദ്വീപിൽ, ശാഖദ്വീപിൽ അങ്ങ് വായുസ്വരൂപനായി ആരാധിക്കപ്പെടുന്നു ഗുരുവായൂരപ്പ. പിന്നെയോ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാമനി ലോകാഹ. പുഷ്കരനാമനി ദ്വീപേ, പുഷ്കരം എന്ന പേരുള്ളതായിട്ടുള്ള ദ്വീപിൽ അങ്ങ് ബ്രഹ്മരൂപനായിട്ട്, പരമാത്മസ്വരൂപനായി, പരബ്രഹ്മസ്വരൂപനായി അങ്ങയെ ഭക്തരായ ജനങ്ങൾ ആരാധിച്ചു വരുന്നു. ഇപ്പൊ പുഷ്കരനാമിനി, പുഷ്കരം എന്ന ദ്വീപിൽ ബ്രഹ്മസ്വരൂപനായിട്ട് അങ്ങയെ ആരാധിക്കുന്നു എന്നാണ്.
അപ്പൊ ഇങ്ങനെ 6 ദ്വീപുകളിൽ 6 ഭാവത്തിൽ, പ്ലക്ഷദ്വീപത്തിൽ ആദിത്യനായും, ശാൽമല ദ്വീപത്തിൽ ചന്ദ്രനായും, കുശദ്വീപത്തിൽ അഗ്നിയായും, ക്രൗഞ്ചത്തിൽ ജലരൂപനായും, ശാഖത്തിൽ വായുമയനായും, പുഷ്കരത്തിൽ ബ്രഹ്മസ്വരൂപനായിട്ടും ഭഗവാൻ ആരാധിക്കപ്പെടുന്നു. പ്ലാക്ഷ്യർക്കരൂപമയി ശാൽമലയന്തുരൂപം ദ്വീപേ ഭജന്തി കുശനാമനിവന്നിരൂപം ക്രൗഞ്ചേംബുരൂപമദവായുമയം ചാകേ ത്വാം ബ്രഹ്മരൂപമപി പുഷ്കരനാംനി ലോകാഃ. അതാത് ലോകവാസികൾ അങ്ങയെ ഇങ്ങനെ ഭജിക്കുന്നു എന്ന്. തുടർന്ന് ഇനി ഭഗവാനെ 11ാമത്തെ ശ്ലോകത്തിൽ ജ്യോതിർഗോള നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് ഉപാസിക്കപ്പെടുന്നതായിട്ടുള്ള ആ ഒരു ഭാവത്തെ, കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായിട്ടുള്ള സമസ്ത ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭഗവാന്റെ അംശങ്ങളാണ്, ഭഗവാന്റെ വിശ്വരൂപമാണ്, വിരാട് രൂപമാണ് ഭഗവാന്റെ. അപ്പോ എല്ലാറ്റിനെയും ഭഗവത് സ്വരൂപമായി സ്തുതിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. ഭാഗവതത്തില് ജ്യോതിർഗോള വർണ്ണന എന്ന് പറയുന്ന ഭാഗങ്ങള് 1-2 അധ്യായങ്ങളിലാണ് ആ ആശയത്തെ ഇവിടെ ചുരുക്കി ഒരു സ്തുതിയാക്കി മാറ്റി. സർവൈർധ്രുവാദിവിരുടു പ്രഖരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷവയവേഷവികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യഃ സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ. സർവൈർധ്രുവാദിവിരുടു പ്രഖരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷവയവേഷവികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യഃ സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ. സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ. അപ്പൊ ജ്യോതിർഗോളങ്ങൾ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, 7th ദീപം ഏതാണ് പറഞ്ഞതാണല്ലോ, പുഷ്കരം. 6 ദ്വീപുകൾ ഇപ്പൊ പറഞ്ഞു. ആദ്യത്തെ ദ്വീപം ജംബൂ ദ്വീപം പറഞ്ഞു. മുഴുവൻ കേട്ടില്ലേ? എവിടുന്നെങ്കിലും കയറി വരും, എന്നിട്ട് എന്തെങ്കിലും ചോദിക്കും. സർവൈർധ്രുവാദിഭിർ ഉടുപ്രഖരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷവയവേഷവികൽപ്യമാനൈഃ. ഇപ്പോഴും ഉണ്ട് അതിന്റെ ബാക്കികൾ അല്ലെ. യസീദികൾ എന്ന് പറയുന്നവർ സൂര്യനെയും അഗ്നിയെയും ആരാധിക്കുന്നവരാണ് എന്ന്. ഇപ്പോഴുള്ള ആളുകൾ തന്നെയാണ് യസീദികൾ. ഇറാനിലും മറ്റ് പല പ്രദേശങ്ങളിലും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ കൊന്നൊടുക്കുകയാണ് ആര്? അഭിനവ മതപ്രചാരകർ അല്ലെങ്കിൽ ജിഹാദികൾ. അവരുടെ മതം മാത്രം മതി എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ സൂര്യോപാസകന്മാരെയും അഗ്നി ഉപാസകന്മാരെയും ഒക്കെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പോഴും അതിന്റെ ശേഷിക്കുന്നുണ്ട്. ഇരിക്കട്ടെ. ലോകം മുഴുവൻ സനാതന ധർമ്മം തന്നെയായിരുന്നു. അതിൽ ഭാരതമായിരുന്നു അതിൻ്റെ എല്ലാം കേന്ദ്രം. ഇന്ന് അവിടെ നിന്നൊക്കെ തുടച്ചു നിൽക്കപ്പെട്ടു. ഇനിയിപ്പോൾ ഭാരതത്തിലേക്ക് കയറി വരുന്നുണ്ട്. കേരളം ഏകദേശം ആയി കഴിഞ്ഞു. എത്ര കാലം അറിയില്ല. ഇനി നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ എന്ന് ചിന്തിക്കുക. ഇപ്പൊ സർവൈർ ധ്രുവാദിഭിർ ഉടുപ്രകരൈർ ഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷ മഹദാം ഉപാസ്യഃ. ഗുരുവായൂരപ്പ, ത്വം അങ്ങ് ശിംശുമാരവപുഷ. ശിംശുമാരം എന്ന് പറഞ്ഞാല് ചീങ്കണ്ണി, മുതല.
അതിൻ്റെ പേരാണ് ശിംശുമാരം. ശിശുമാരം തന്നെയാണ് ശിംശുമാരം. സ്വന്തം കുട്ടികളെ തന്നെ തിന്നുന്നവരാണ് ഈ മുതലകള്, ചീങ്കണ്ണികള്. പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കുട്ടിയെ അത് തന്നെ ശാപ്പിടും. വിശന്നു കഴിഞ്ഞാൽ മറ്റേ കുട്ടികളെയും വേണമെങ്കിൽ ശാപ്പിടും. അപ്പൊ ശിശുക്കളെ മരിപ്പിക്കുന്നവർ, കൊല്ലുന്നവർ, ശാപ്പിടുന്നവർ മുതലകൾ, ചീങ്കണ്ണികൾ. ആ ചീങ്കണ്ണിയുടെ ആകൃതിയിലാണ് അന്തരീക്ഷത്തിൽ, ആകാശത്തില് ഈ ഗാലക്സികൾ നിരന്നു നിൽക്കുന്നത്. ജ്യോതിർഗോളങ്ങൾ നമുക്ക് സന്ധ്യാവേളകളിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഇന്നന്ന നക്ഷത്രങ്ങൾ, ഇന്നന്ന ഭാഗത്ത് 27 നക്ഷത്രങ്ങളെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ മുതലയുടെ കയ്യും കാലും വാലും തലയും കണ്ണും ഉടലും ഒക്കെ ആയിട്ട് ഭാഗവതത്തിൽ വിസ്തരിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഇന്ന സ്ഥാനത്ത് ഇന്ന നക്ഷത്രം, ഇന്ന സ്ഥാനത്ത് ഇന്ന നക്ഷത്രം, ഇന്ന സ്ഥാനത്ത് ഇന്ന നക്ഷത്രം എന്ന് എണ്ണി 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 27 നക്ഷത്രങ്ങളും ആ മുതലയുടെ ചിത്രം വരയ്ക്കുന്നു. ഈ നമ്മള് ബാലരമയിലും പൂമ്പാറ്റയിലും ഒക്കെ ഉണ്ടാവുമല്ലോ, ഡോട്ട്സ് വന്നിട്ട് കൂട്ടി യോജിപ്പിക്കുക, കള്ളനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ടുണ്ടാവും. ആ ഡോട്ട്സ് കൂട്ടി യോജിപ്പിച്ചാൽ ഒരു രൂപം വരും, അല്ലേ? ഒരു പസിൽ. അതുപോലെ ഇവിടെ ഓരോ ഡോട്ട്സ് ആയിട്ട് ഓരോരോ നക്ഷത്രങ്ങള് ഓരോ ഭാഗത്തുണ്ട്. അതിനെ കൂട്ടി ഒരു വരച്ചാൽ ഒരു മുതലയുടെ ആകൃതി, വാല് ചുരുട്ടി, വാല് സ്വന്തം മുഖത്തിന്റെ അടുത്തേക്ക് വെച്ചിരിക്കുന്ന ഒരു മുതലയെ പോലെ കിടക്കുന്നതായിട്ടാണ് ആ നക്ഷത്രങ്ങളുടെ സമൂഹം വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ആകാശത്ത് കാണുന്ന ഈ നക്ഷത്ര സമൂഹത്തെയാണ് ഇവിടെ ശിംശുമാര വപുസ് എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പൻ തന്നെയാണ് ഈ മുതലയുടെ ആകൃതിയിൽ അനേക ജ്യോതിർഗോളങ്ങളായി, സമൂഹങ്ങളായി ഇങ്ങനെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത്. സന്ധ്യാസു ശിംശുമാര വപുഷ മഹദാം ഉപാസ്യഹത്വം. സന്ധ്യാവേളകളിൽ ശിംശുമാര വപുസ്സോടുകൂടെ ആ മുതലയുടെ ആകൃതിയിൽ മഹദാം ഉപാസ്യ, സജ്ജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്നു അന്ന്. അപ്പൊ അതാണ് ഇവിടെ പുച്ഛാദികേഷു അവയവേഷു. പുച്ഛം മുതലായത് എന്ന് പറഞ്ഞാൽ വാല് മുതലായ അവയവങ്ങളിൽ അഭികൽപ്യമാനൈഹി, കൽപ്പിക്കപ്പെടുന്നതായിട്ടുള്ള, ലൊക്കേറ്റ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ധ്രുവാദിഭിഹി സർവൈഹി ഉടുപ്രകരൈഹി, ധ്രുവൻ മുതലായിട്ടുള്ള മുഴുവൻ നക്ഷത്രങ്ങളാലും. ഉടുക്കൾ എന്നാൽ നക്ഷത്രങ്ങൾ, ഉടുപ്രകരം നക്ഷത്ര സമൂഹം. ഉടുപതി എന്ന് പറഞ്ഞാൽ നക്ഷത്രപതിയായ ചന്ദ്രൻ. അപ്പൊ ഉടുക്കൾ എന്നാൽ നക്ഷത്രങ്ങൾ, ഉടുപ്രകരൈഹി എന്ന് പറഞ്ഞാൽ നക്ഷത്ര സമൂഹങ്ങളാൽ. അപ്പൊ ഓരോരോ അവയവങ്ങളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളാൽ സർവൈഹി ഉടുപ്രകരൈഹി ഗ്രഹൈച്ച. ഗ്രഹൈച്ച എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളോടും, ഭൂമിയുടെ പുറമെയുള്ള വ്യാഴം, ശനി മുതലായിട്ടുള്ള ഗ്രഹങ്ങളും, ആ ഗ്രഹങ്ങളോടും കൂടെ കാണപ്പെടുന്നതായിട്ടുള്ള ശിംശുമാര വപുസ്സോടുകൂടിയ അങ്ങ് സന്ധ്യാവേളകളിൽ മഹാജനങ്ങളാൽ ഉപാസിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഹേ സിന്ധുശായിൻ. സിന്ധുശായി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കിടക്കുന്നവനെ, നാരായണ എന്നർത്ഥം. സിന്ധുവിൽ ശയിക്കുന്നവനെ. അപ്പൊ പ്രളയകാലത്ത് ജലാശയത്തിലും ശയിക്കുന്നു ഭഗവാൻ. സൃഷ്ടികാലത്ത് ആകാശത്തിൽ മുതലയായിട്ടും ശയിക്കുന്നു, അല്ലെ? മുതലയും ഒരു സിന്ധുശായി തന്നെയാണ്. അപ്പൊ മുതലാകൃതിയിൽ കാണുന്ന സിന്ധുശായിൻ, ഈ പ്രപഞ്ചമാകുന്ന സിന്ധുവില് അങ്ങ് ജ്യോതിർഗോളങ്ങളായി, നക്ഷത്രങ്ങളായി ആ ശിംശുമാര ആകൃതിയിൽ കാണപ്പെടുന്നു. അങ്ങനെയുള്ള വിരാട് രൂപിയായ ഗുരുവായൂരപ്പ മമ നരകം രുന്തി. രുന്തി നരകം മമ. മമ നരകം രുന്തി. എന്റെ ദുഃഖങ്ങളെ, നരകത്തെ തടഞ്ഞാലും രോധിച്ചാലും നശിപ്പിച്ചാലും എന്ന് ഒരു പ്രാർത്ഥന, ഒരു വെപ്പ്. എന്താ വെച്ചത്? നരകവർണ്ണന ചെയ്തില്ല മൂപ്പര്. അപ്പൊ നരകം എന്നൊരു വാക്ക് മാത്രം ഉച്ചരിച്ചു. ശ്രീമദ് ഭാഗവതത്തില് ഒരു വലിയ അധ്യായമാണ് 26-ാം അധ്യായം. ഈ പഞ്ചമസ്കന്ധത്തിലേക്ക് വെച്ച ഏറ്റവും വലിയ അധ്യായമാണ് നരകവർണ്ണനയുള്ള 26-ാം അധ്യായം. 28 നരകങ്ങളെയാണ് അവിടെ വർണ്ണിച്ചിട്ടുള്ളത്. എന്നിട്ട് പറയേണ്ട അനേക നരകങ്ങളുണ്ട്. അതിൽ 28 പ്രധാനങ്ങൾ എടുത്തു പറയാം.
എന്ന് പറഞ്ഞ് 28 നരകങ്ങളെ വർണ്ണിച്ചിട്ട് ഓരോടത്തും ആർക്കാർക്ക് എന്തെന്ത് പണിഷ്മെന്റ്. വീട്ടില് അതിഥികൾ കയറി വരുമ്പോ വക്രദൃഷ്ടിയോടുകൂടി എന്തിനാ വലിഞ്ഞു കയറി വന്നത് എന്ന് നോക്കിയാൽ മതി, കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ആൾക്കാരുണ്ട് അവിടെ. പിന്നെ ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ, എണ്ണി എണ്ണി പറയുന്നുണ്ട് ഭാഗവതത്തില് ഏതേത് തെറ്റുകൾക്ക് ഏതേത് പാപങ്ങൾക്ക് എങ്ങനെ 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 ശിക്ഷ, ഏതേത് നരകങ്ങളിൽ. അപ്പൊ ഇവിടെ തണ്ടൂരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആളുകളെയൊക്കെ അവിടെ ശൂലത്തിൽ കോർത്ത് വറുത്ത് പൊരിച്ച് ജീവനുണ്ടാവും, ജീവനൊന്നും പോവില്ല, കടിച്ച് വലിക്കാൻ അവിടെ ഉണ്ടാവും. ഇവിടെ തണ്ടൂരി പൊരിച്ച ജന്തുക്കൾ. ഏത് ജന്തുക്കളെ ഇവിടെ ഈർക്കിൽ കോർത്തുകൊണ്ട് അല്ലെങ്കിൽ കമ്പിയിൽ കോർത്തുകൊണ്ട് എന്തൊക്കെ പാപങ്ങൾ ചെയ്യുന്നുവോ അവിടെ അവർക്കുള്ളതൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഏതേത് പാപങ്ങൾ ചെയ്യുന്നുവോ അതാതിന് അവിടെ നരകങ്ങളില് വർണ്ണനയുണ്ട്. ഒരു വലിയ നദി തന്നെയുണ്ട് അവിടെ, വൈതരണി എന്ന് പറഞ്ഞിട്ട്, നരകങ്ങളുടെ ഇടയിൽ. ആ വൈതരണി നദി ഗംഭീരമാണ്. അതിലുള്ളത് മുഴുവൻ മലം, മൂത്രം, ചലം, ചോര, ഇങ്ങനെയുള്ള വൃത്തികെട്ട സാധനങ്ങളേ ഉള്ളൂ. നമ്മുടെ മദിരാശിയിലൊരു കൂവം ഉണ്ടായിരുന്നു, ഇപ്പൊ കുറെയൊക്കെ വൃത്തിയാക്കി. അതിന് ഏറ്റവും വൃത്തികെട്ട ഒരു അഴുക്ക് വെള്ളം ഒഴുകുന്ന ഒരു ഇതാണ് കൂവം നദി. അതിന്റെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല നമുക്ക്, അതിന്റെ 100 ഇരട്ടി ഇതാണ് വൈതരണി. ആ വൈതരണിയിൽ കൊണ്ടുപോയിട്ട് നമ്മളെ ജീവനോടുകൂടി ഇടും. അവിടെ ജലജന്തുക്കൾ ഉണ്ടാവും. ഏതൊക്കെ ജലജന്തുക്കളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടോ അവിടെ കാത്തിരിപ്പുണ്ടാവും ജീവനോടെ കടിച്ചു കീറാൻ. ജീവൻ പോയില്ല നമുക്ക്, യാതനാദേഹമാണത്. ഇവിടെയുള്ള സ്ഥൂല ശരീരമല്ല, യാതന അനുഭവിച്ചേ മതിയാവൂ, ഒരിക്കലും മരിക്കില്ല. അവിടെ ചെയ്ത പാപങ്ങളൊക്കെ തീരുന്നവരെ അനുഭവിച്ചേ മതിയാവൂ. മരിക്കണമെന്ന് വിചാരിച്ചാലും മരിക്കാൻ സാധിക്കാത്ത സ്ഥലമാണ്. ഇവിടുന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്, അത് ദേഹഹത്യയാണ്. അവിടെ പോയാൽ ദേഹഹത്യ ചെയ്യാൻ പറ്റില്ല. യു ഹാവ് ടു അണ്ടർഗോ ഓൾ സഫറിങ്സ്, യു മസ്റ്റ് അണ്ടർഗോ. അപ്പൊ അത് വർണ്ണിക്കുന്നുണ്ട് 28 നരകങ്ങള്, ഏതേത് പാപങ്ങൾ ചെയ്യുന്നു. അപ്പോ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ ഒന്ന് തുറച്ചു നോക്കാൻ പോലും പാടില്ല, പുഴുകക്കൊടി ഒന്ന് വളച്ചു നോക്കാൻ പോലും പാടില്ല. പരദൂഷണം പറയുന്നവർക്കൊക്കെ ഉണ്ട് നരകങ്ങൾ കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ച്. അപ്പൊ അങ്ങനെ ഒരു 28 നരകങ്ങളെ വർണ്ണിച്ചത് ഇവിടെ മേൽപ്പത്തൂർ വിഴുങ്ങി. അതുകൊണ്ട് അദ്ദേഹം ഭഗവാനെ ഗുരുവായൂരപ്പ സിന്ധുശായിൻ മമ നരകം രുന്തി എന്ന് മാത്രം പ്രാർത്ഥിച്ചു. എന്റെ നരകങ്ങളെ നശിപ്പിക്കണേ, തടയുമാറാകണമേ എന്ന് പറഞ്ഞ് ഭഗവാനെ നമസ്കരിച്ചു. സർവൈർ ധ്രുവാദിവിരുടു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേശവയവേഷ വികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹദാമുപാസ്യഃ സന്ധ്യാസുരുന്തി നരകം മമ സിന്ധുശായിൻ. അടുത്ത ശ്ലോകം 14 ലോകങ്ങളെ വർണ്ണിക്കുന്നുണ്ട് ശ്രീമദ് ഭാഗവതത്തില്. ഊർധ്വലോകങ്ങൾ 7, അധോലോകങ്ങൾ 7. ഭൂമി അടക്കമാണ് ഊർധ്വലോകങ്ങൾ 7. ഭൂർഭുവസ്വഹ ജനഹ മഹഃ തപഃ സത്യം. അങ്ങനെ അവിടെ ഹൗസ്ഫുൾ ഒന്നുമില്ല, അവിടെ ധാരാളം വേക്കൻസി ഉണ്ട്. ചെയ്യുന്നവർക്കൊക്കെ അവിടെ വെക്കേഷൻ ഉണ്ട്, വേക്കൻസി ഉണ്ട്. എല്ലാവരെയും അഡ്മിറ്റ് ചെയ്യും. അവിടെ ലിമിറ്റഡ് അല്ല, ലിമിറ്റഡ് എൻട്രി എന്ന് പറഞ്ഞിട്ട് സിനിമാ തിയേറ്റർ അല്ല. സീറ്റ് ഫിക്സ് ചെയ്യുക, എല്ലാവർക്കും പോവാ, പോണ്ടവർക്കൊക്കെ പോവാ. തീർച്ചയായിട്ടും ഹൗസ്ഫുൾ പോലെ ഒരു നിറവുണ്ടാവും. അത്രയും പാപികളാണ് ഈ ലോകം മുഴുവൻ. നമുക്കൊന്നും പോണ്ടാട്ടോ, നമ്മളെ പറഞ്ഞു വിടില്ല.
അതിന്റെ കാരണം അജാമിള ഉപാഖ്യാനത്തിൽ പറയും. അടുത്ത ദശകത്തിൽ നമ്മൾക്കൊന്നും ആ വഴിക്കേ പോണ്ട, യമൻ നമ്മളെ കൊണ്ടുപോകാൻ വരില്ല, ഉറപ്പാണ്, പേടിക്കണ്ട. അപ്പോ ഊർധ്വലോകങ്ങളെ വർണ്ണിച്ചു, പിന്നെ അധോലോകങ്ങളെയും വർണ്ണിക്കുന്നുണ്ട്. അതലം, വിതലം, സുതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ 7 ലോകങ്ങൾ, അധോലോകങ്ങൾ. അപ്പൊ അതില് ആ പാതാളത്തെയും ആ പാതാളത്തിനും താഴെ ആദിശേഷ ഭഗവാൻ ഈ ലോകങ്ങളെ മുഴുവൻ തന്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ആ ആദിശേഷമൂർത്തിയെയും, അതും ഭഗവാന്റെ മൂർത്തി തന്നെയാണ്, ഭഗവാനെ വണങ്ങുന്നു എന്ന് പറയാം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗഗാൻ ഗുരുഗേഹനാദ. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗാംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദ. ഇവിടെ ആദിശേഷമൂർത്തിയായി നമസ്കരിക്കുകയാണ്. അധോലോകം, അധോലോകമല്ല നരകങ്ങൾ, അധോലോകങ്ങൾ ഇതാ ഈ പറയുന്നതാണ്. അതലം, വിതലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം, ഇതാണ് അധോലോകങ്ങൾ. നരകം എന്നുള്ളത് അതിനുമൊക്കെ അപ്പുറത്താണ്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പോകേണ്ട, ഏത് പാപം ചെയ്തവർക്കും പോകാനുള്ള ലോകം നരകം. അതിനെ അധോലോകം എന്ന് വിളിക്കണമെങ്കിൽ വിളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ആരും വേണ്ടെന്നൊന്നും പറയില്ല, തടയാൻ ആരുമില്ല. അധോലോകം എന്ന് പറയുന്നത് 7 ലോകങ്ങൾ. ഇവിടെ അധോലോകം എന്ന് പറയാൻ കാരണം അവിടെയുള്ള ആളുകളുടെ പുണ്യപാപങ്ങൾക്കനുസരിച്ചുള്ള സ്റ്റാറ്റസുകളാണ്. പാപം വർദ്ധിക്കുന്തോറും താഴോട്ട് 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 പോകും, പാതാളത്തിലേക്ക് എത്തും. ഏറ്റവും വലിയ പാപികൾക്കുള്ളതാണ് പാതാളം. അതിൽ വെച്ച് കുറച്ചുകൂടി ബെറ്ററാണ് അതിന്റെ മുകളിലുള്ള തലാതലം. അതിലും ബെറ്ററാണ് രസാതലം, അസുരന്മാരുടെ ലോകം. അതിലും മുകളിലാണ് മഹാതലം, അതിൻ്റെയും മുകളിൽ സുതലം, അതിൻ്റെയും മുകളിൽ വിതലം, അതിൻ്റെയും മുകളിൽ അതലം, അതിൻ്റെയും മുകളിൽ ഭൂതലം, നമ്മളിരിക്കുന്ന സ്ഥലം. ഇവിടുന്ന് മുകളിലേക്ക് പോകുന്തോറും പുണ്യം വർദ്ധിക്കും. അപ്പൊ താഴോട്ട് പോകുന്തോറും പാപം വർദ്ധിക്കുന്ന ലോകങ്ങളും മുകളിലോട്ട് പോകുന്തോറും പുണ്യം വർദ്ധിക്കുന്ന ലോകങ്ങളും. പക്ഷെ അതില് സുതലം വളരെ സുന്ദരമായിട്ടുള്ള ലോകമാണ്, വിശ്രമസ്ഥാനമാണ്, അതിമനോഹരമായിട്ടുള്ള ഭോഗഭൂമിയാണ്. അവിടെയാണ് നമ്മുടെ മഹാബലി വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരിക്കുന്നത്. വെയിറ്റിംഗ് റൂമാണ്, അല്ല AC വെയിറ്റിംഗ് റൂമില് എല്ലാ ഭോഗങ്ങളോടും കൂടി കാത്തിരിക്കുകയാണ് ഈ മന്വന്തരം കഴിയാൻ. ഇരിക്കട്ടെ, നമുക്ക് ഇവിടേക്ക് വരാം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജഗംഗനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദ. ഹേ ഗുരുഗേഹനാഥ, അല്ലയോ ഗുരുവായൂരപ്പ എന്നർത്ഥം. ഗുരുഗേഹം ഗുരുപുരം, ഗുരുവായൂപുരം തന്നെ. അതിന്റെ നാഥനായിരിക്കുന്ന ഗുരുവായൂരപ്പ, ഗദാൻ ഹര, എന്റെ രോഗങ്ങളെ നശിപ്പിച്ചാലും എന്ന പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കുന്നു. അപ്പൊ അവിടെ ഭഗവാൻ പാതാളത്തിൽ ആദിശേഷനായി നാഗകന്യകമാരാൽ സേവിക്കപ്പെട്ടുകൊണ്ട് എല്ലാ ലോകങ്ങളെയും വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ഭഗവാനെ ഞാനിതാ വണങ്ങുന്നു എന്ന് പറയണം. ആദിശേഷൻ തന്നെയാണ് സംഘർഷണമൂർത്തി. ആ സംഘർഷണമൂർത്തിയെ
ഇളാവൃതത്തിൽ മഹാദേവനും ആരാധിക്കുന്നുണ്ട്. ഇവിടെ അദ്ദേഹം ഭൂമിക്ക് എല്ലാറ്റിനും അടിയിൽ എല്ലാ ലോകങ്ങളെയും തന്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. രണ്ട് രൂപങ്ങളിൽ, ഒരു ഭാഗം ഇളാവൃതത്തിൽ അതേ സംഘർഷണമൂർത്തിയെ രുദ്രൻ ഉപാസിക്കുന്നു, അതേ സംഘർഷണമൂർത്തി 1000 ശിരസ്സുള്ള ആദിശേഷനായി എല്ലാ ലോകങ്ങളെയും തന്റെ ശിരസിൽ ധരിക്കുന്നു. അവിടെ പറയണ്ട രുദ്രന്റെ സ്തുതിയില്, രുദ്രൻ ഈ സംഘർഷണമൂർത്തിയെ സ്തുതിക്കുമ്പോ ഈ പറഞ്ഞ വർണ്ണനയൊക്കെ ഉണ്ട് അവിടെ. തന്റെ ആയിരക്കണക്കിനുള്ള ശിരസ്സുകളിൽ ഒരു സിദ്ധാർത്ഥമിവ ഭൂഗോളം ലക്ഷ്യതേ എന്ന് പറയുന്നുണ്ട്. ഈ ഭൂമണ്ഡലം ഭഗവാന്റെ ശിരസിൽ, ആദിശേഷന്റെ ശിരസിൽ ഒരു കടുകുമണി പോലെ കാണപ്പെടുന്നു. സിദ്ധാർത്ഥമിവ ലക്ഷ്യതേ എന്ന് നമ്മൾ മുമ്പ് രുദ്രന്റെ സ്തുതി വായിച്ചില്ലേ? രുദ്രൻ സംഘർഷണമൂർത്തിയെ സ്തുതിക്കുന്ന ഇളാവൃതത്തിലെ സ്തുതി വായിച്ചു. അപ്പൊ അതില് ഇതേ ആദിശേഷനെ തന്നെയാണ് സ്തുതിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് ലൊക്കേഷനിലും വ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം ഓൾ പെർവേസീവ് ആണ്, ഓൾ പെർവേഡിങ് ആണ്. ഹി ക്യാൻ ബി എനിവെയർ. അതുകൊണ്ട് അങ്ങേരെ അവിടെ പറഞ്ഞതാണല്ലോ, എന്താ പിന്നെയും താഴെ പറയണത് എന്ന് ചോദിക്കാൻ നമുക്ക് അർഹതയില്ല. ഭഗവാൻ എവിടെയും ഏത് രൂപത്തിലും ഇരിക്കുന്നവനാണ്. എല്ലാ രൂപങ്ങളും ഭഗവാന്റേതാണ്. ഏത് സമയത്ത് ഏത് രൂപത്തിൽ എവിടെ ഇരിക്കണമെന്ന് ഭഗവാൻ നിശ്ചയിക്കും. സോ താഴെ ഈ ലോകങ്ങളെ മുഴുവൻ തന്റെ ശിരസ്സിലേറ്റി ആദിശേഷ രൂപത്തിലിരിക്കുന്ന അതേ ഭഗവാനെ തന്നെ ഇളാവൃതത്തിൽ മഹാദേവൻ സ്തുതിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് താല്പര്യം മനസ്സിലാക്കുക. അപ്പൊ പാതാള മൂലഭൂവി, പാതാളത്തിന്റെയും മൂലഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിത്തട്ടില് ലോകൈക കുണ്ടല വിരാജി സഹസ്രശീർഷം, ലോലമായ ഏകകുണ്ടലം അത് വിരാജിക്കുന്ന സഹസ്രശീർഷം. ഭഗവാന്റെ ആദിശേഷന്റെ ഒരു കാതിൽ മാത്രം കുണ്ടലമുണ്ട്. ഏകകുണ്ടലനാണ് ആദിശേഷമൂർത്തി. ബലരാമസ്വാമിയും ഏകകുണ്ടലനായിരുന്നു. ആദിശേഷമൂർത്തിയുടെ ലക്ഷണമാണ് ഒറ്റക്കാതിൽ കമ്മൽ, ഒറ്റക്കാതിൽ കമ്മൽ തൂക്കിക്കൊണ്ട് നടക്കുക. അപ്പൊ അത് ഇന്നത്തെ ഫാഷനൊന്നും അല്ല കേട്ടോ, ഇറ്റ് ഈസ് വെരി ഓൾഡ്. ഈ പുരാണങ്ങളെക്കാൾ പഴക്കമുള്ളതാണ് ഒറ്റക്കാതിലെ കുണ്ടലം. അല്ലാതെ ആധുനികന്മാരുടെ ലേറ്റസ്റ്റ് ഫാഷനൊന്നും അല്ല. ഇന്നും വടക്കേ ഇന്ത്യയിലൊക്കെ ഒറ്റക്കാതിൽ കമ്മൽ കൊണ്ടു നടക്കുന്ന പ്രാചീനമായിട്ടുള്ള സംസ്കാരമുണ്ട്. അവരൊക്കെ ഈ ബലരാമസ്വാമിയുടെ അനുയായികളായിരിക്കും, ആദിശേഷന്റെ അനുയായികളായിരിക്കും, ഏകകുണ്ടലന്മാര്. അതാണ് ഇവിടെ ലോല ഏകകുണ്ടല വിരാജി സഹസ്രശീർഷം. ആടിക്കളിക്കുന്നതായിട്ടുള്ള ഒരു കുണ്ടലം വീതമുള്ള 1000 ശിരസ്സുകളോട് കൂടിയവനായിട്ടുള്ള നീലാംബരം. ഭഗവാൻ കൃഷ്ണൻ പീതാംബരധാരിയായിരുന്നപ്പോ ബലരാമസ്വാമി നീലവസ്ത്രമാണ് ധരിക്കുക. അപ്പൊ ഇവിടെ ഈ ആദിശേഷനും നീലാംബരനാണ്. നീലവർണ്ണത്തിലുള്ള അമ്പരം ധരിച്ച ധൃതഹലം. ധൃതഹലം ബലരാമസ്വാമിയുടെ ആയുധം എന്താണ്? കലപ്പ. അത് തന്നെയാണ് ഇവിടെ സംഘർഷണമൂർത്തിയുടെ അല്ലെങ്കിൽ ആദിശേഷന്റെയും ആയുധം കലപ്പയാണ്. ധൃതഹലം ഭുജകാംഗനാഭിഹി ജുഷ്ടം. ഭുജക അങ്കനകൾ എന്ന് പറഞ്ഞാൽ നാഗസ്ത്രീകൾ, നാഗസ്ത്രീകളാൽ സ്തുതിക്കപ്പെടുന്ന ജുഷ്ടം, ജുഷ്ടം എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടുന്നതായിട്ടുള്ള ശേഷതനും ഭവന്തം ആദിശേഷമൂർത്തിയായ അങ്ങയെ ഹേ ഭഗവാനെ അഹം ഭജേ, ഞാൻ ഭജിക്കുന്നു. ഗുരുഗേഹനാഥ മമ ഗദാൻഹര, എന്റെ ഗതങ്ങളെ എന്റെ രോഗങ്ങളെ അങ്ങ് ഹരിച്ചു തന്നാലും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആദിശേഷമൂർത്തി അനേക ശിരസ്സുകളിൽ ലോകങ്ങളെ ധരിക്കുന്നു. അതിൽ ഒരു ശിരസ് കൊണ്ട് ഭൂമിയെ ധരിച്ചിരിക്കുന്നു, ഒരു കടുകുമണി പോലെ. ഏകകുണ്ടലനായിട്ടുള്ള ഭഗവാൻ
നാഗസ്ത്രീകളാൽ സേവിതനായിരിക്കുന്നു. നീല വസ്ത്രമുടുത്തിരിക്കുന്നു. ഹലായുധം കയ്യിൽ ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വിശേഷണം. പാതാളമൂലഭുവിശേഷതനും ഭവന്തം ലോലൈക കുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതഹലം ഭുജകങ്കനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദ. നീലാംബരം ധൃതഹലം ഭുജകങ്കനാഭിഃ ജുഷ്ടം ഭജേ ഹരഗദാൻ ഗുരുഗേഹനാദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പഞ്ചമസ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഭൂഗോള ജ്യോതിർഗോള 14 ലോകങ്ങളുടെ നരകാദികളുടെയൊക്കെ വർണ്ണന ചെയ്തത് എന്ന് ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധത്തിന്റെ 26-ാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് സൂചിപ്പിക്കുന്നു. എന്തിനു വേണ്ടി എന്ന് അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് സമർപ്പിക്കാൻ സമയമുള്ളത് കൊണ്ട്. അപ്പോൾ നരകങ്ങളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് സമർപ്പിക്കുകയാണ്, ഉപസംഹരിക്കുകയാണ്. ഏവം വിധ നരക യമാലയേ സന്ധി ശതശഃ സഹസ്രശഃ തേഷു സർവേഷു ച സർവേ ഏവ അധർമ്മവർത്തിനോ യേ കേചിത് ഇഹ ഉദിത അനുദിതാശ്ച അവനിപതേ പര്യായേണ വിശന്തി തദൈവ ധർമാനുവർത്തിന ഇതരത്ര ഇഹതു പുനർഭവേത ഉഭയശേഷാഭ്യാം നിവിശന്തി. നരകത്തെക്കുറിച്ച് പറഞ്ഞാണ്. ഇവിടെ വർണ്ണിച്ചതായിട്ടുള്ളതും ഇനി വർണ്ണിക്കപ്പെടാത്തതായിട്ടുള്ളതും അനേക നരകങ്ങളുണ്ട്. അവർ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്കനുസരിച്ച് അതാത് നരകങ്ങളെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും അവരുടെ പാപം കുറയുമ്പോൾ മിശ്രകർമ്മമായി വരുമ്പോൾ ഭൂമിയിൽ വന്ന് വീണ്ടും ജനിക്കുന്നു എന്നും കൂടി പറഞ്ഞു. അതിനുശേഷം നിവൃത്തി ലക്ഷണമാർഗഃ ആദാവേവ വ്യാഖ്യാതഃ ഏതാവാനേവ ആണ്ഡകോശോ യശ്ചതുർദശദാ പുരാണേഷു വികൽപിതഃ ഉപഗീയതേ യത്തദ് ഭഗവതോ നാരായണസ്യ സാക്ഷാത് മഹാപുരുഷസ്യ സ്തവിഷ്ടം രൂപം ആത്മമായാ ഗുണമയം അനുവർണിതം ആദൃതഃ പഠതി ശൃണോതി ശ്രാവയതി സ ഉപഗേയം ഭഗവതഃ പരമാത്മനോ അഗ്രാഹ്യമപി ശ്രദ്ധാ ഭക്തി വിശുദ്ധ ബുദ്ധിർവേദ. അപ്പൊ ഇവിടെ പുരാണങ്ങളിലും മറ്റൊക്കെ വർണ്ണിച്ചതായിരിക്കുന്ന ബ്രഹ്മാണ്ഡ വർണ്ണനയാണ് ഇവിടെ ചെയ്തത്. 14 ലോകങ്ങളായും മറ്റൊക്കെ വികല്പങ്ങളായി പറയപ്പെട്ടതിനെ തന്നെയാണ് ഇവിടെ ഭഗവാന്റെ സാക്ഷാത് നാരായണസ്യ മഹാപുരുഷസ്യ സ്തവിഷ്ടം രൂപം. സ്തവിഷ്ടം രൂപം എന്നാൽ സ്ഥൂലതരമായ രൂപം, ഏറ്റവും കോൺക്രീറ്റായ ഗ്രോസിഫൈഡ് ആയിട്ടുള്ള രൂപം എന്നർത്ഥം. സ്തവിഷ്ടം രൂപം ആത്മമായാ ഗുണമയം, ആ ഭഗവാന്റെ ഗുണം കൊണ്ട് തന്നെ നിർമ്മിച്ചത്. അനുവർണിതം, ഇവിടെ അനുവർണിക്കപ്പെട്ടു, വിസ്തരിക്കപ്പെട്ടു. അതിനെ ആരാണോ ആദൃതഃ പഠതി, ആദരവോടുകൂടി പഠിക്കുന്നത്, ശൃണോതി കേൾക്കുന്നത്, ശ്രാവയതി മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത്, സഹ ഉപഗേയം ഭഗവതഃ പരമാത്മനഃ അഗ്രാഹ്യമപി ശ്രദ്ധാ ഭക്തി വിശുദ്ധ ബുദ്ധിർവേദ. അവൻ ഭഗവാന്റെ വേദങ്ങളിലും മറ്റൊക്കെ ഗാനം ചെയ്യപ്പെടുന്നതായിട്ടുള്ള പരമാത്മാവായ ഭഗവാന്റെ അഗ്രാഹ്യമായ സൂക്ഷ്മ രൂപത്തെ നല്ല ശുദ്ധ ബുദ്ധിയായിട്ട് അറിയുന്നു. ശ്രദ്ധാഭക്തി കൊണ്ട് വിശുദ്ധ ബുദ്ധിയായി അവന് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുവാനുള്ള സാമർഥ്യമുണ്ടാകുന്നു. അപ്പൊ ആദ്യം ഈ സ്ഥൂല രൂപത്തെ വർണ്ണിച്ച് അവന്റെ അന്ധക്കരണം ശുദ്ധമാകുന്നു. അപ്പൊ അവന്റെ ശ്രദ്ധാഭക്തി ശുദ്ധികളെ കൊണ്ട് അവന് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം അറിയാം. ശ്രുത്വാ സ്ഥൂലം തദാ സൂക്ഷ്മം രൂപം ഭഗവതോ യതിഃ
സ്ഥൂലേ നിർജിതമാത്മാനം ശനൈ സൂക്ഷ്മം ദിയാമയേദിതി. ഭഗവാന്റെ ഈ സ്ഥൂലം അതുപോലെ സൂക്ഷ്മ രൂപങ്ങളെ കുറിച്ച് കേൾക്കുന്ന ഒരു സാധകൻ, ഒരു യതി, അവന്റെ മനസ്സിനെ സ്ഥൂലത്തിൽ നല്ലതുപോലെ ഉറപ്പിച്ച ശേഷം അതിനെ ജയിക്കണം, അതിക്രമിക്കണം. എന്നിട്ട് ശനൈഹി സൂക്ഷ്മം നയേത്, പതുക്കെ ഭഗവാന്റെ സൂക്ഷ്മഭാവത്തിലേക്ക് മനസ്സിനെ നയിക്കണം. ഭൂദ്വീപവർഷ സരിദ്രപാതാളദിനരഗഭാഗണ ലോകസംസ്ഥ ഗീതാമയാ തവ നൃപാത്ഭുതമീശ്വരസ്യ സ്ഥൂലം വപു സകല ജീവനികായധാമ. സുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണം, അങ്ങയ്ക്കായിക്കൊണ്ട് മയാ ഗീത, എന്നാൽ ഗാനം ചെയ്യപ്പെട്ടു. എന്ത്? അലയോ രാജാവേ, ഭഗവാന്റെ അത്ഭുത രൂപം ഈശ്വരസ്യ സ്ഥൂലം വപുഹു. ഏതൊക്കെ രൂപത്തിലുള്ളത്? ഭൂ, ദീപ, വർഷ, സരിത്, അദ്രി, നഭസ്, സമുദ്രം, പാതാളം, ദിക്കുകൾ, നരകം, ഭാഗണങ്ങൾ, ജ്യോതിർഗോളങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളോടുകൂടിയതായിട്ടുള്ള ഭഗവാന്റെ സ്ഥൂലം വപുസിനെ കുറിച്ച്, അത്ഭുതമായിട്ട് രൂപത്തെക്കുറിച്ച് അല്ലയോ പരീക്ഷിത് രാജാവേ, അങ്ങയ്ക്ക് എന്നാൽ പറയപ്പെട്ടു. ഇത് സകല ജീവന്മാരുടെയും നികായമായിട്ടുള്ള ധാമമാകുന്നു, എല്ലാവർക്കും ആശ്രയഭൂതമായിട്ടുള്ള സ്ഥാനമാകുന്നു, എല്ലാവരുടെയും വാസസ്ഥാനമാകുന്നു. സകല ജീവന്മാരും ഈ പറഞ്ഞ ലോകങ്ങളിൽ വസിക്കുന്നു. ചിലർ ഭൂമിയിൽ വസിക്കുന്നു, ചിലർ പാതാളാദി ലോകങ്ങളിൽ വസിക്കുന്നു, ചിലർ സ്വർഗാദി ലോകങ്ങളിൽ വസിക്കുന്നു, ചിലർ അതിൻ്റെയും അപ്പുറത്ത്, ചിലർ അതിൻ്റെയും താഴെ. ഇങ്ങനെ പല ലോകങ്ങളായി ഭഗവാന്റെ സ്ഥൂല രൂപം വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ എന്ത് കാണുമ്പോഴും ഭഗവാനെ സ്മരിക്കുക. ഈ പ്രപഞ്ചം നിലനിർത്തുന്നത് ഭഗവാനാണ്, ഇതിനെ പാലിക്കുന്നത്, സംരക്ഷിക്കുന്നത് ഭഗവാനാണ്. എന്ത് കാണുമ്പോഴും ഭഗവാനെ ഓർക്കുക. ഈ പ്രപഞ്ചം ഭഗവാന്റെ വിരാട് രൂപം, പ്രത്യക്ഷ രൂപം, വിശ്വരൂപം. ഇവിടെ ഒന്നിനെയും വെറുക്കാനില്ല, ഒന്നിനോടും മമതയും വേണ്ട. എല്ലാം ഒന്ന് തന്നെയാണ്, ഭഗവാന്റെ രൂപമാണ്. എല്ലാറ്റിലും ആരാധനാഭാവം, എല്ലാറ്റിലും സമഭാവം. ഇത് മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ വർണ്ണന. നമ്മുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങളെല്ലാം പോകണം, എല്ലാറ്റിലും സമഭാവന വളർത്തണം. അപ്പൊ ഇന്ന് സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. ഇപ്പൊ വൈകുന്നേരം ഇല്ല, നാളെ കാണാം. നാളെ 3 ക്ലാസ്സും ഉണ്ടാവും. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരേ നാരായണ. ഗുരുവായൂരപ്പ. എല്ലാവർക്കും ശുഭദിനാശംസകൾ.